ഹായ്, ഞാൻ അനുപ്രിയ. കറൻ്റ്ലി ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ +1 +2 എക്സാംസ് ഒക്കെ വരായി. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും, കാരണം ഈ ഒരു മാസം നമുക്ക് അത്രയ്ക്കും എഫേർട്ട് ഇടണം. അപ്പോൾ ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്താം. അതായത് ഞാൻ +1 +2 പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അതിൽ എനിക്ക് ടോട്ടൽ 1192 മാർക്ക് 1200 അതിൽ +1 തന്നെ 512 മാർക്ക് 520 ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ +2 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ 2-3 പേരുടെ ഒരു കമൻറ്റ് കണ്ടു, +1 +2 എങ്ങനെ കെമിസ്ട്രി പഠിക്കുക എന്നുള്ളത് പറയാമെന്ന് വെച്ചിട്ട്. വൈകിപ്പോയെന്നറിയാം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. പക്ഷേ ഞാൻ ഇത് അവർക്ക് മാത്രമല്ല, അതായത് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് കരുതി. അവർക്കും യൂസ്ഫുൾ ആവും, അവർക്ക് മാത്രമായിട്ടല്ല എന്നാണ് ഞാൻ അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ. അപ്പം ഞാൻ 3 പാർട്ടായിട്ടാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ നമുക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളത്, രണ്ടാമത്തെ ടഫായിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെ പഠിക്കുക എന്നുള്ളത്, മൂന്നാമത്തേതാണ് എക്സാം ടിപ്സ് കാര്യങ്ങൾ. സോ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് 3 രീതിയിലുണ്ടല്ലോ കെമിസ്ട്രി: ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. അതിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് വേണ്ടി വരും, തിയറി മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളും കൂടി പഠിക്കണം. സോ ഫോർമുലാസ് നന്നായിട്ട് പഠിക്കുക. തിയറി ആദ്യം പഠിച്ച് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ ഐഡിയ ഒക്കെ വരുത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫോർമുലാസും പഠിക്കുക. അപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് ഉണ്ടാവുമല്ലോ, ഓൾറെഡി ക്ലാസ്സിലെ നോട്ട്ബുക്സ് ആയിരിക്കും, ട്യൂഷൻ നോട്ട്ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കണ്ട് പഠിച്ചിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ. സോ ആ ഫോർമുലാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ആ കാര്യങ്ങൾ കുറച്ചധികം, കാരണം നമുക്ക് പെട്ടെന്ന് മറച്ചു പോകുമ്പോൾ സാധനം നമ്മൾ കണ്ണിൽ പെടണം. അത് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അങ്ങനത്തെ അല്ലെങ്കിൽ അതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അത് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ സ്റ്റഡി ടൈം ആണല്ലോ, സ്റ്റഡി ലീവ് ആണല്ലോ. പിന്നെ ഉള്ളത് ഓർഗാനിക് കെമിസ്ട്രി. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നെയിമിങ്, ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും. എനിക്ക് ആ ഒരു ഭാഗമൊക്കെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്ന വേണം. അപ്പോൾ നമുക്ക് എത്ര സമയം എടുക്കണം എന്നുള്ളതല്ല, അത് പഠിച്ചോ ഇല്ലേ നോക്കുക, അത്രയേ ഉള്ളൂ. അത്ര കാര്യങ്ങൾ നോക്കിയാൽ മതി, അല്ലാതെ കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ എഴുതി പഠിക്കാൻ നോക്കുക. കാരണം നമ്മൾ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് വായിച്ചിട്ടായിരിക്കും, പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ എഴുതി തന്നെ പഠിക്കാൻ നോക്കും. കാരണം റിയാക്ഷൻസ് ഒക്കെ എനിക്ക് എന്നാലും ഓർമ്മയിലുണ്ടാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാണ്ട് തന്നെ ആ ഫ്ലോയിൽ വരും. നമ്മൾ എഴുതി പഠിക്കുന്നുണ്ട്, പറഞ്ഞും പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രെയിനിൽ പെട്ടെന്ന് കയറുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കില്ല അതിൽ. അപ്പോൾ അത് ഓൾറെഡി തന്നെ നേരത്തെ തന്നെ പഠിച്ചു വെക്കുക. വേറെ സോഴ്സസ് ഉണ്ടാവില്ലേ, യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ആദ്യം തന്നെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഓർഗാനിക് ഭാഗം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ കാര്യങ്ങൾ വരുന്നുണ്ട്, കെമിക്കൽ ബോണ്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും മെയിനായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു. അതിൽ കുറേയൊക്കെ ബോണ്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നിങ്ങൾക്ക് വേറെ നോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇനി പെട്ടെന്ന് എല്ലാം കൂടെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ നമുക്കത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പാർട്ട് 2, അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എങ്ങനെ പഠിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറിയിട്ട് NCERT വായിക്കാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒട്ടും പഠിക്കാത്ത ഭാഗങ്ങളൊക്കെ, ഒരു ഐഡിയ ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് കയറി ഈ NCERT വായിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ, എനിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ, ഞാൻ ഇതിങ്ങനെ തീർക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഒന്നെങ്കിൽ അതിനുള്ള വേറെ വല്ല സോഴ്സിൽ നിന്നൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം ക്ലിയർ ആക്കി വെക്കാം, ഐഡിയ ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് NCERT വായിക്കാം. പിന്നെ ഉള്ളത് ഡെയിലി റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരു ദിവസം മുഴുവൻ ഒരു സബ്ജക്റ്റിന് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല, എല്ലാം കുറച്ച് പഠിച്ചു പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ പഠിച്ച സാധനത്തിൽ നിന്ന് റിവൈസ് ചെയ്യാൻ നോക്കണം. കാരണം റിവൈസ് ചെയ്യുന്നതോറും നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര എഫേർട്ട് ഇടണ്ട എക്സാമിൻ്റെ തലേന്ന് എന്നുള്ളത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡെയിലി ഇപ്പോൾ കെമിസ്ട്രിക്ക് ഒരു 2-3 അവർ വെക്കുക, ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പാർട്ട് നമ്പർ 3, അതായത് എക്സാം ടിപ്സ്. കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, ഒന്നുമല്ല, നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് സമയം കളയണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ അതിൻ്റെ മേലെ ബിൽഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാർട്ട് നമ്പർ 3 പറയുന്നത് എക്സാം ടിപ്സ് ആണ്. അതായത് നീറ്റായിട്ട് എഴുതുക. അതിപ്പോൾ കെമിസ്ട്രിക്ക് മാത്രമല്ല, എല്ലാ പേപ്പറിലും നമ്മൾ നീറ്റാക്കി എഴുതുക. നീറ്റ്നെസ് = ഗുഡ് സ്കോറിങ്. അങ്ങനെ വേണമെങ്കിൽ പറയല്ലേ, കുറേ മാർക്ക് കിട്ടും.
മാർക്കാണല്ലോ അറ്റ് ലാസ്റ്റ് വേണ്ടത് നമുക്ക്, അല്ലേ? മാർക്ക് വേണമല്ലോ നമുക്ക് ഉദ്ദേശിച്ച കോളേജിൽ കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു പോകേണ്ടത്. ശരി ശരി. അപ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ട് എഴുതാം. അത് കെമിസ്ട്രിക്ക് മാത്രമല്ല, എല്ലാത്തിനും അങ്ങനെ വേണം. പിന്നെ അണ്ടർലൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. കെമിസ്ട്രിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്, അത് കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ട് അവിടെ വൃത്തിക്ക് എഴുതുക. ഈ നെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പെല്ലിംഗ് ഒന്നും തെറ്റാണ്ട് ശരിക്കും തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല വേറെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്നുള്ളത്, പക്ഷെ ആ കുറച്ച് ഭാഗം ഓഫ് ചോദിക്കല്ലോ. ഇപ്പോൾ പേപ്പർ എടുത്ത ഏറ്റവും കൂടുതൽ ശതമാനം ചോദിക്കാൻ മിക്കവാറും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതല്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകുന്നതിനേക്കാളും നല്ലത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കാണുന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം നിന്ന് നമ്മൾ പഠിച്ച് റെഡിയാക്കി വെക്കുക എന്നുള്ളതല്ലേ. പിന്നെ സമയത്തിനനുസരിച്ച് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പൊടി ടിപ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനിയുള്ള സമയം കൃത്യമായിട്ട് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കുക. അപ്പോൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇനിയുള്ളത് പഠിക്കാണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മൾ സമയം കളയണ്ട. എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിട്ടും. ശുഭാപ്തി വിശ്വാസം വേണമെന്നാണല്ലോ പറയാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ശരി.